ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു പുതിയ ചെടി പരിചയപ്പെട്ടാലോ? ഇതാണ് മാൻഡിവില്ല പ്ലാന്റ്. ഉയർന്ന ടെമ്പറേച്ചറിലും വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് മാൻഡിവില്ല പ്ലാന്റ്. സെൻസിറ്റീവ് പ്ലാന്റ്സ് വളർത്താൻ കുറച്ചധികം പാടുപെടുന്ന ആൾക്കാർക്കെല്ലാം വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് മാൻഡിവില്ല പ്ലാന്റ്. നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് താനും. ഇതൊരു പ്രത്യേകതരം മാൻഡിവില്ലയാണ്. ഇതിൻ്റെ ലീഫ് ആൻഡ് ഫ്ലവേഴ്സ് കുറച്ച് ഗ്ലോസി ആയിട്ടാണ് വരുന്നത്. എല്ലാ ക്ലൈമറ്റിലും നിറയെ പൂക്കൾ തരുന്ന നല്ലൊരു ചെടി തന്നെയാണ് മാൻഡിവില്ല ചെടി. ഈ ഒരു സൈസിൽ വരുന്ന ഫ്ലവർ ഇല്ലാത്ത മാൻഡിവില്ല പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഈ പ്ലാന്റ്സിൽ റെഡ്, വൈറ്റ്, റോസ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേതെങ്കിലും കളേഴ്സ് മതി എന്നുള്ളവർക്ക് ഈ പ്ലാന്റ് ഓർഡർ ചെയ്യാവുന്നതാണ്. കാരണം ഈ പ്ലാന്റിൽ ഇപ്പോൾ ഫ്ലവേഴ്സ് ഇല്ല. മാൻഡിവില്ല പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മിക്സ്ചർ എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു ഈർപ്പം നിലനിർത്തി ബാക്കിയുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം നന്നായിട്ട് വാർന്നു പോകുന്ന കണ്ടീഷനിലുള്ളതായിരിക്കണം. കൊക്കോപീറ്റ്, പീറ്റ് മോസ് ഒക്കെ ചേർത്തിട്ടുള്ള സോയിൽ മിക്സിലും ഈ പ്ലാന്റ് നടാം. ഓർക്കിഡ് മിക്സിലും നടാം. ഉമി ചേർത്ത മിക്സിലും നടാം. പക്ഷെ എങ്ങനെയാണല്ലോ വെള്ളം നന്നായി വാർന്നു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. സെൻസിറ്റീവ് പ്ലാന്റ് അല്ലെങ്കിലും ഈ പ്ലാന്റിൻ്റെ ലീഫെല്ലാം യെല്ലോ ഷെയ്ഡായി പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാറുണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സിൽ നന്നായി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുന്നതാണ്. രണ്ടാമത്തെ റീസൺ പോട്ടി മിക്സിൽ ഫംഗൽ ഇഷ്യൂസ് വരുന്നതാണ്. അതിനെ ഒരു മാസത്തിൽ ഒരു തവണ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് വെള്ളത്തിൽ നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഇതിൻ്റെ ചോട്ടിലൊഴിച്ച് കൊടുക്കുക. കൂടാതെ പ്ലാന്റിൻ്റെ ലീഫിലും സ്റ്റെമ്മിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്തോ സ്ലോ ആയിട്ടുള്ള ഗ്രോത്തോ അല്ല മാൻഡിവില്ല പ്ലാന്റിൻ്റെ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നോർമലായിട്ടുള്ള ഒരു ഗ്രോത്തൊക്കെ ഈ പ്ലാന്റിൽ നമ്മൾ കാണാറുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ലീഫ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലീഫിൻ്റെ ഷൈനിങ് നഷ്ടപ്പെടാതെ ഇടയ്ക്ക് ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതാണ്. രണ്ടാമത് ഈ പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാൽക്കണി ഏരിയയൊക്കെ ആയിരിക്കും ഈ പ്ലാന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം ഓവറായിട്ടുള്ള ഡയറക്റ്റ് സൺലൈറ്റ് ഈ പ്ലാന്റ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നതല്ല. ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രമാണ് പ്ലാന്റിന് ആവശ്യമുള്ളത്. ബാക്കി വളങ്ങളെല്ലാം ചെടികൾക്ക് ആവശ്യമുള്ളതുപോലെ